ഡെവലപ്ഡ് കൺട്രീസിലും അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എപ്പോഴും ഇൻഡസ്ട്രി ആയിട്ട് ലിങ്ക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എൻഗേജിങ് ആണ്. അപ്പോൾ ഇനി ക്രിയേറ്റീവ് എക്കണോമിയിലേക്ക് പോകുമ്പോഴും അതും ഒരു എമേർജിങ് മാർക്കറ്റാണ്, പുതിയൊരു മാർക്കറ്റ് തുടങ്ങുന്നതാണ്. മേ ബി ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ഒരുപാട് കാലങ്ങളായിട്ടുള്ളൊരു സംഭവം ആയിരിക്കാം. പക്ഷേ ക്രിയേറ്റീവ് എക്കണോമി എന്ന് പറയുമ്പോൾ ആ ക്രിയേറ്റീവ് പ്ലസ് ഒരു എക്കണോമി പാർട്ട് വരുന്നുണ്ട്, അതൊരു ബിസിനസ് പാർട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇയേഴ്സ് ബാക്ക് when Thomas Isaac sir was finance minister of Kerala, അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ നോളജ് എക്കോണമിയിലേക്ക് മാറണം എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ക്രിയേറ്റീവ് എക്കോണമി അലൈൻസ് വിത്ത് ദിസ് ഈ പറയുന്ന ഒരു നോളജ് ഇക്കോണമി. അതൊരു സബ്സെറ്റായിട്ട് ക്രിയേറ്റിവിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇമാജിനേഷനാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഈസ് വെരി ഗ്ലോബൽ. നമുക്കൊരു ഗ്ലോബൽ ഗ്രാമർ ഉണ്ട് ഈ കൾച്ചറൽ മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ. ഇപ്പം നമ്മൾ ഈ കൊറിയൻ ഡ്രാമ സീരീസ് അല്ലെങ്കിൽ BTS പോലത്തെ ബാൻഡുകളൊക്കെ ഉണ്ടാക്കുന്ന ഗ്ലോബൽ മാർക്കറ്റ് വാല്യൂ ഈസ് ഹ്യൂജ്. ഇപ്പോൾ നമ്മൾ ഡ്രാമ എന്ന് പറയുമ്പോഴും BTS എന്ന് പറയുമ്പോഴും ഇതൊക്കെ നമുക്കൊരു ട്രെൻഡായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ശരിക്കും അതൊന്നും ഒരു ട്രെൻഡല്ല, അതൊരു മൂവ്മെൻ്റാണ്. ഇത് വെരി വെൽ പ്ലാൻഡ് ആണ്. എപ്പോഴും മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് എന്ത് വേണം? ലാൻഡ് വേണം. കേരളം അങ്ങനെ വലിയൊരു സ്റ്റേറ്റ് അല്ല ഇൻ ടേംസ് ഓഫ് ലാൻഡ് ഏരിയ. അപ്പോൾ അതൊരിക്കലും നമുക്കിവിടെ അതേപോലെ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഹനാൻഷാനെ എടുത്തു കഴിഞ്ഞാൽ ഹനാൻഷ പാട്ട് പാടുന്നുണ്ട്, ഹനാൻഷ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആളുകളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലൂടെ ആയിരിക്കാം. നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് നമുക്കിപ്പോൾ എപ്പോഴും ആസ്പിറേഷനിലാവുന്ന ഒരു സിനിമയാണ് ശരിക്കും ലോക എന്ന് പറഞ്ഞൊരു മൂവി വരുന്നു. ഒരു 30 crore അറൗണ്ട് ബഡ്ജറ്റിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അവരൊരു 300 crore മാർക്കറ്റ് ക്യാപ്പ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇനി ലോക്കയുടെ അടുത്ത വേർഷൻസ് വരുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 1000 crore അല്ലെങ്കിൽ 1500 crore മാർക്കറ്റ് ക്യാപ്പൊക്കെയാണ് ഓരോ മൂവിക്കും. അത് ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ല, അത് ഓരോ ഫിലിമിനെയും നമുക്ക് മേർച്ചൻഡൈസ് ആക്കി മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ മേർച്ചൻഡൈസ് ചെയ്യുന്നത് പല രീതിയിൽ മോണിറ്റൈസ് ചെയ്യപ്പെടുന്നു. അതേപോലെ നമ്മുടെ ഫോക്ലോർ ശരിക്കും നമുക്ക് IPs ആക്കി മാറ്റാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ മോണിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത്. നമസ്കാരം. നെക്സ്റ്റ് ഇൻ കേരള ഡയലോഗ്സിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് യുവ സംരംഭകനായ മിസ്റ്റർ റമീസ് അലി. വെൽക്കം റമീസ്. താങ്ക് യു. യെസ്, റമീസ് വളരെ സക്സസ്ഫുള്ളായ ഒരു വെഞ്ചർ ഇൻ്റർവെൽ ലേണിംഗ് ആപ്പ്, അതിൽ നിന്നൊരു എക്സിറ്റ് ആൻഡ് നൗ ഇൻ ടു ക്രിയേറ്റീവ് എക്കോണമി ത്രൂ അനദർ ഇൻട്രസ്റ്റിംഗ് വെഞ്ചർ ദ ക്രേവ് അല്ലേ. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ യൂത്ത് ആസ് ഇൻ മൈഗ്രേഷൻ സംഭവിക്കുന്നു. ഒരുപാട് യുവാക്കൾ കേരളം വിട്ടു പോകുന്നു, ഇന്ത്യ വിട്ടു പോകുന്നു. അതേസമയത്ത് റമീസിനെ പോലെയുള്ള യുവാക്കൾ ഇവിടെ ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും എന്താണ് നമ്മുടെ യുവസമൂഹം, ലിറ്ററലി യൂത്ത് എന്താണ് ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ടു സ്റ്റാർട്ട് വിത്ത് മൈഗ്രേഷൻ, ശരിക്കും മൈഗ്രേഷൻ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് വലിയൊരു കമ്മ്യൂണിറ്റി പോകുന്നുണ്ട്, പിന്നെ ജോബ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ ശരിക്കും മൈഗ്രേഷൻ്റെ റൂട്ട് റീസൺ എടുക്കുമ്പോൾ ശരിക്കും രണ്ടിലും കോമൺ ആയിട്ട് വരുന്നൊരു പോയിന്റ് സ്റ്റാഗ്നേഷനാണ്. ഇപ്പോൾ സ്റ്റാഗ്നേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർ പഠിച്ചു വരുന്ന ക്യാമ്പസ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് സർക്കിളുള്ളവർ പഠിക്കുന്ന ക്യാമ്പസ് അല്ലെങ്കിൽ അവരുടെ ലൈഫ്, ഇതൊക്കെ അവർക്ക് ഭയങ്കര സ്റ്റാഗ്നൻ്റാണ്. ഇവിടെയൊന്നും ഗ്രോത്ത് ഇല്ല, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. ലൈഫ് സ്റ്റൈൽ സ്റ്റാഗ്നൻ്റ് ആണ്. ഇത് വലിയ കമ്മ്യൂണിറ്റീൻ്റെ പ്രശ്നമാണ്, ലൈഫ് സ്റ്റൈൽ സ്റ്റാഗ്നൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പം ഇനി ജോലി ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ പോലും അവർക്കും ഈ സാലറി ഗ്രോത്ത് അതുപോലെ തന്നെ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ആ സ്റ്റാഗ്നേഷനാണ്. ആ സ്റ്റാഗ്നേഷൻ ഇപ്പോഴത്തെ തലമുറ അവർ തയ്യാറല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തികച്ചും പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കൈൻഡ് ഓഫ് വാല്യൂസ് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ തിങ്കിങ് പേഴ്സ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആയിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മേ ബി ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് അത്യാവശ്യം സ്കെയിലായി എന്നുള്ളതും എന്നെ ഇവിടെ തന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി എന്താണ് നമ്മൾ സമൂഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൽ ശരിക്ക് സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ഇവിടുത്തെ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ അതെല്ലാം ഈ ശരിക്കും ഈ സ്റ്റാഗ്നേഷൻ റിലേറ്റഡ് ആവണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലിയിൽ ഇപ്പോൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഞാൻ എന്തുകൊണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് റീസൺ, എനിക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പേടി ഇത് ഫെയിലായാൽ എന്ത് എന്നുള്ളതാണ്. ഫെയിലായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഫെയിലായി കഴിഞ്ഞാൽ ഞാൻ ആളുകളെ മുന്നിൽ എങ്ങനെ ഫേസ് ചെയ്യാം. അപ്പോൾ ആ ഫിയറാണ്. ആ ഫിയർ എനിക്കില്ലായിരുന്നു എന്നുള്ളത് എനിക്കുണ്ടായിരുന്ന ഒരു പ്രിവിലേജാണ്. അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ മെൻറ്റേഴ്സ് ഇവരൊക്കെ എന്നെ സപ്പോർട്ടീവ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ പാസ്റ്റിലെടുത്ത ഡിസിഷൻസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, അപ്പോൾ ഈ ഡിസിഷനും കറക്റ്റ് ആകുമെന്നുള്ള വിശ്വാസം, അങ്ങനെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ആ ഫിയർ ഇല്ലാതിരിക്കണമെങ്കിൽ ശരിക്കും കുട്ടികൾക്ക് ഇവിടെ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് വേണം. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര ഹ്യൂജാണ്. ആ എക്സ്പെക്റ്റേഷൻസ് കുറേയും കൂടെ സ്റ്റെബിലിറ്റി റിലേറ്റഡാണ്.
എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് പാത്ത് വേണം, സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി വേണം, സ്റ്റേബിൾ ആയിട്ടുള്ള കരിയർ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് കരിയേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ കുട്ടികൾക്ക് ഇവിടെ പേടി. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആസ് എ കരിയർ എടുക്കാൻ എല്ലാവരും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ല. അതുപോലെ ഇപ്പോൾ AI വരുമ്പോഴും വൈബ് കോഡിങ് വരുമ്പോഴും അങ്ങനെ പുതിയ പുതിയ ഏരിയാസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഗെയിമിങ് വരുമ്പോൾ, അവിടേക്കൊക്കെ കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം, ഒരു ലിബർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ അത് അഗെയിൻ നമ്മൾ യൂഷ്വൽ പാത്ത് വേയിലൂടെ ഒരു ഡിഗ്രി എടുക്കണം, അത് കഴിഞ്ഞിട്ട് PG എടുക്കണം എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് സ്റ്റാഗ്നേഷനായി. ഇനി അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അവിടെ ശരിക്ക് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റാണ്. ആ എക്സ്പെരിമെൻറ്റേഷനുള്ള സ്പേസ് ഇല്ല, അവിടെയും ആ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് വരുന്നുണ്ട്. ഇനി ജോലിയിലേക്ക് വരുമ്പോൾ ശരിക്കും നമ്മളിവിടെ ഹൈ ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ലിറ്ററസി കൂടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിറ്ററസി കൂടുമ്പം നമുക്ക് ഒപ്പീനിയൻസ് കൂടും, നമുക്ക് പേഴ്സ്പെക്റ്റീവ്സ് കൂടും, അതുപോലെ തന്നെ നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻസ് ഹൈ ആയിരിക്കും, നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഹൈ ആവണം, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഹൈ ആവണം എന്നുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജോബ്സ് അധികവും ഭയങ്കര റിപ്പീറ്റേറ്റീവ് ടാസ്കുകളുള്ള ജോബുകളാണ്. അത് അഗെയിൻ സ്റ്റാഗ്നേഷനാണ്. വർക്കിൽ ഇപ്പോൾ ഒരു IT കമ്പനിയിൽ കയറിയിട്ട് ഒരു 10 വർഷം 15 വർഷം ഒരേ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര റിപ്പീറ്റേറ്റീവ് ടാസ്ക്, അവിടെയും സ്റ്റാഗ്നേഷനാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ കുറച്ചും കൂടെ അവർക്ക് കരിയർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തേടി പോവുകയാണ് പുറത്തോട്ട്. അപ്പോൾ എഗെയിൻ എല്ലാം റിലേറ്റഡ് ടു സ്റ്റാഗ്നേഷനാണ്. അപ്പോൾ എഗെയിൻ നമ്മൾ സൊസൈറ്റിയിൽ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ വർക്ക് കൾച്ചർ വരണം, എക്സ്പെരിമെൻറ്റേഷൻ നോർമലൈസ് ചെയ്യണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇപ്പോൾ കോളേജുകളിൽ പല ഡെവലപ്ഡ് കൺട്രീസിലും അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എപ്പോഴും ഇൻഡസ്ട്രി ആയിട്ട് ലിങ്ക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എൻഗേജിങ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒട്ടുമല്ല. ഇവിടെ നമ്മൾ ഭയങ്കര തിയറിറ്റിക്കലായിട്ട് ബുക്സ് ഫോളോ ചെയ്ത് പോകണം. മാർക്സാണ് അൾട്ടിമേറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് അവർ എത്ര പേപ്പർ ക്ലിയർ ചെയ്തു, അല്ലെങ്കിൽ എത്ര ബാക്ക് പേപ്പേഴ്സ് ഉണ്ട്, ഇതൊക്കെയാണ് അവിടെ ഇമ്പാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നത്. പക്ഷേ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് അവർ ആ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ അവർ എഞ്ചിനീയർ ചെയ്തൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം ശരിക്കും ഇമ്പാക്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഇമ്പാക്ട് ഡ്രിവൺ അല്ലാത്തത് കൊണ്ട് തന്നെ ലേണിംഗ് പാത്ത് വേയും ഭയങ്കര സ്റ്റാഗ്നൻ്റാണ്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവിടെയും മാറ്റം വരണം. ഇനി അതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്? എക്സാക്ട്ലി അല്ലേ? അപ്പം ഞാൻ പറയണത് ഈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം റമീസ് അലി അത് ബ്രേക്ക് ചെയ്യുന്നു. because when looking into your story, ഒരു 20s തന്നെ you have built something in education, particularly coaching മേഖലയിൽ ഒരു പുതിയ when you started ആ ഒരു വെരി കോർ നീഷിൽ ഒരു പർട്ടിക്കുലർ സംഭവമാണ് you build it അല്ലേ? അത് കഴിഞ്ഞ് മേ ബി ഒരു 7 or 8 years you were building something and now you are into something else, ഒരു ലാർജർ ഇതിലേക്ക് പോകുന്നു and to a creative economy again in the same space. ഓക്കെ, അപ്പോൾ അത് കോൺട്രഡിക്റ്റിംഗ് അല്ലേ ഇപ്പോൾ പറഞ്ഞതും അതും തമ്മിൽ? ആ ഒരു ഷിഫ്റ്റ് റമീസ് അലി ഇനീഷ്യേറ്റ് ചെയ്യുന്നു എന്നാണോ, ഓർ എൽസ് ഡു വി ഹാവ് എ സ്പേസ് ടു ഡു ദാറ്റ് ഇൻ കേരള? ഓക്കെ, അപ്പോൾ ദിസ് ഈസ് റിലേറ്റഡ് ടു മീ എക്സിറ്റിംഗ് ഫ്രം വൺ സ്റ്റാർട്ടപ്പ് ആൻഡ് ഡൂയിങ് അനദർ തിങ്, റൈറ്റ്? അപ്പോൾ അതിലും ശരിക്കും ഈ പറഞ്ഞ പോലെ സ്റ്റാഗ്നേഷൻ റെലവൻ്റ് ആണ്. ഇൻ്റർവെല്ലിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ക്രാച്ചിൽ നിന്ന് ഞാനും എൻ്റെ ടീമും ബിൽഡ് ചെയ്തു. അപ്പോൾ അന്ന് നമുക്കൊരു വിഷൻ ഉണ്ട്, ആ വിഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർവെല്ലിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു പരിധി വരെ ഞങ്ങൾ തന്നെയായിരുന്നു അതിൻ്റെ എൻ്റയർ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തത്, അതിൻ്റെ ഹോൾ ജേണിയും അതിൻ്റെ ഫ്യൂച്ചറൊക്കെ. അപ്പം നമ്മളതിനെ സ്കെയിൽ ചെയ്തു, ടീം ഡെവലപ്പായി. ഇപ്പോൾ ഒരു 400+ എംപ്ലോയീസ് നമ്മുടെ ടീമിലുണ്ട്, സീനിയർ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻ്റർവെല്ലിൽ നമ്മൾ എപ്പോഴും തുടക്കം മുതൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് കുട്ടികൾക്ക് പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കിട്ടണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ആ കമ്പനിയുടെ കൂടെ തന്നെ വേണം. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവെൽ ഹാവ് ബിഗർ പർപ്പസ്, ബിഗർ ആൻഡ് ഡിഫറെൻറ്റ് പർപ്പസസ്. ഇൻ്റർവെല്ലിൽ നിന്ന് ഒരുപാട് പർപ്പസുകളുണ്ട്. കാരണം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഒരു 5-10 വ്യക്തികളിൽ നിന്നും ഇന്ന് ഒരുപാട് വലുതായി. അതിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ ടീം മെമ്പേഴ്സ് ഉണ്ട്, വളരെ സീനിയർ ആയിട്ടുള്ള. അപ്പോൾ അവരുടെ പേഴ്സ്പെക്റ്റീവ്സും അവരുടെ ഒപ്പീനിയൻസൊക്കെ ഇന്ന് വിഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് വിഷനിൽ ഡിഫറൻസസ് ഉണ്ടാവും, പേർപ്പസിൽ ഡിഫറൻസസ് ഉണ്ടാവാം. അപ്പോൾ ഇന്ന് അതിനെ ഡ്രൈവ് ചെയ്യാൻ എന്നെക്കാളും കഴിവുള്ളവർ വേറെ ഉണ്ടാവാം. അപ്പോൾ അവർ വരികയാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ വിഷനുമായിട്ട് കൂടുതൽ അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വരികയാണ് വേണ്ടത്. ഓക്കെ, മേ ബി അങ്ങനെയും പറയാം. പിന്നെ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് എന്തിനു പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പ്രൂവണാണ്. അപ്പോൾ എനിക്ക് വീണ്ടും ചിലപ്പോൾ അത് തന്നെ ചെയ്യേണ്ടി വരില്ല. അവിടെ എനിക്ക് സ്റ്റാഗ്നേഷൻ അടിച്ചു. ഒന്നിൽ നിന്ന് എന്തിലേക്ക് പോകുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്. എക്സാക്ട്ലി നമ്മൾ ഈ പറയുന്ന ക്രിയേറ്റീവ് ഇക്കോണമി പോലെയുള്ള ഒരു വെരി ലാർജർ സ്പേസ് ആൻഡ് യു ആർ ടോക്കിംഗ് അബൌട്ട് സ്റ്റാഗ്നേഷൻ ഓൾ ദ വേ ആൻഡ് യു ഗോണ ബിൽഡ് സംതിങ് ഓൺ ക്രിയേറ്റീവ് ഇക്കോണമി ഇൻ കേരള അഗെയിൻ. സോ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷനും ആ ഒരു അത് റമീസ് ലുക്ക് ത്രൂ ചെയ്തിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ആണ് ഞാൻ ചോദിച്ചത്. വാട്ട് മെയ്ഡ് യു ടു ടേക്ക് എ സഡൻ ലീപ്പ്?
ഓക്കെ, ഇൻ്റർവെൽ തുടങ്ങുന്ന സമയത്ത് ശരിക്ക് പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോം അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇല്ല. അപ്പം അന്ന് അത് വെരി ന്യൂ ആയിരുന്നു, പുതിയൊരു മാർക്കറ്റ് ആയിരുന്നു. ഇന്നിപ്പം ഞങ്ങളുടെ ഒരു 40 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 50+ സ്റ്റാർട്ടപ്സ് ഉണ്ട് പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ക്രിയേറ്റീവ് എക്കണോമിയിലേക്ക് പോകുമ്പോഴും അതും ഒരു എമേർജിങ് മാർക്കറ്റാണ്, പുതിയൊരു മാർക്കറ്റ് തുടങ്ങുന്നതാണ്. മേ ബി ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു സംഭവം ആയിരിക്കാം. പക്ഷേ ക്രിയേറ്റീവ് എക്കണോമി എന്ന് പറയുമ്പോൾ ആ ക്രിയേറ്റീവ് പ്ലസ് ഒരു എക്കണോമി പാർട്ട് വരുന്നുണ്ട്, അതൊരു ബിസിനസ് പാർട്ടാണ്. അപ്പോൾ എനിക്കങ്ങനെ പുതിയൊരു ഏരിയ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ കുറേ കാലങ്ങളായിട്ട് പല ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിലൊരു ഏരിയ ആയിരുന്നു ക്രിയേറ്റീവ് എക്കണോമി. അപ്പോൾ ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ആളുകളും കറക്റ്റായിട്ടുള്ള കോൺവെർസേഷൻസും നടന്നപ്പോൾ അതിലേക്ക് സ്റ്റെപ്പ് ഇൻ ആയി എന്ന് മാത്രം. അപ്പം ആ ഒരു ലാർജർ മാർക്കറ്റ് ക്രിയേറ്റീവ് ഇക്കോണമി പോലത്തെ മാർക്കറ്റ് പറയുമ്പം കേരളത്തിന് ഇപ്പം നമ്മൾ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് ഫോർ എവർ സിൻസ് നമ്മൾ കേൾക്കുന്ന ഒരു ടാഗ് ടൂറിസം അല്ലെങ്കിൽ ക്രിയേറ്റീവ് അല്ലെങ്കിൽ കൾച്ചറൽ ഒരു സ്പേസസിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഗ്ലോബലി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ സെൻസിൽ നമുക്ക് സെയിം വെൻ യു ആർ സെയിങ് ഐക്കോണമി എന്ന് പറയുന്നൊരു വേർഡ് പറഞ്ഞല്ലോ അതിനകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇയേഴ്സ് ബാക്ക് വെൻ തോമസ് ഐസക് സർ വാസ് ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള, അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ നോളജ് ഇക്കോണമിയിലേക്ക് മാറണം എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ക്രിയേറ്റീവ് എക്കോണമി അലൈൻസ് വിത്ത് ദിസ് ഈ പറയുന്ന ഒരു നോളജ് ഇക്കോണമി. യെസ്, എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു ക്രിയേറ്റീവ് ഇക്കോണമിയുടെ സ്പേസിൽ റമീസ് കാണുന്ന ഒരു ലാർജർ ഒരു 360 ഡിഗ്രി ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഐ ക്യാൻ സീ ദറ്റ് സ്പാർക്ക് ഇൻ യുവർ ഐസ് ഒബിയസ്ലി. അതൊന്നും പറയാമോ? ഇപ്പോൾ ബേസിക്കലി എക്കണോമി എന്ന് പറയുന്നത് അത് നമ്മൾ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആർട്ടിനെ അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ ഇൻഡസ്ട്രീനെ മോണിറ്റൈസ് ചെയ്യുന്ന പാർട്ടാണ് ശരിക്കും എക്കണോമി. അപ്പം അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിൽ ആ ബഡിങ് സ്റ്റേജിലാണെന്നുള്ളതാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദി ക്രിയേറ്റീവ് ഇൻഡസ്ട്രി, ക്രിയേറ്റീവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രി ആസ് എ ഹോൾ നമ്മൾ പറയുമ്പോൾ ശരിക്കും കേരളത്തിൻ്റെ ഒരു ഡൈവേഴ്സിറ്റിയും കേരളത്തിൻ്റെ ഒരു ഡെൻസിറ്റിയും നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജാണ്. അപ്പം ഡൈവേഴ്സിറ്റി ഇൻ ദ സെൻസ് നമ്മൾ ജോഗ്രഫിക്കലി ശരിക്കും ഒരു കംപ്രസ്ഡ് ഡൈവേഴ്സിറ്റിയാണ്. കംപ്രസ്ഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം റിലീജിയസ് വൈസ് മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുസും ഒക്കെ ഭയങ്കര തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ. അത് ശരിക്കും ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും കൂടെയാണ്. അത് കംപ്രസ്ഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയും. ഇനി വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോഗ്രഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോസ്റ്റൽ ഏരിയാസും ഇപ്പം മിഡ്ലാൻഡ് ഏരിയാസും അതുപോലെ ഹൈലാൻഡ് ഏരിയാസ് ഒക്കെ ഭയങ്കര അടുത്തടുത്താണ്. ഒക്കെ ഡിസ്റ്റൻസ് ഒരു 1 hour ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ട്രിവാൻഡ്രത്ത് ശരിക്കും കോവളത്ത് നിന്ന് നമുക്ക് ഈ കഴക്കൂട്ടം ഭാഗത്തേക്ക് ഒരു ബിലോ 1 hour ഉള്ളൂ. പക്ഷേ കോവളം എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയ, അവിടുത്തെ കൾച്ചർ ഡിഫറെൻറ്റാണ്. 1 hour കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോൾ കുറേ IT കമ്പനീസും കുറേ ബിഗ് MNCസും ആണ്. അവിടെ ഡിഫറെൻറ്റ് കൾച്ചറാണ്. ഇവിടുന്ന് തന്നെ ഒരു 2 hours കൂടെ പോയി കഴിഞ്ഞാൽ ഹൈലാൻഡ്സ് ആയി. ഇത് എല്ലാ ജില്ലകളും ഇങ്ങനെയാണ്. ഇപ്പോൾ കോഴിക്കോട് ഫറോക്ക് ബേപ്പൂർ ഭാഗമുണ്ട്, അത് കോസ്റ്റൽ ഏരിയ. കോഴിക്കോട് ടൗണിലേക്ക് 1/2 മണിക്കൂറേ ഉള്ളൂ. അവിടെ വരുമ്പോൾ IT അങ്ങനെ ഒരു കൊറിഡോറായി. ഇനി അവിടുന്ന് ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour കഴിഞ്ഞാൽ മലയോര പ്രദേശം, ഇപ്പോൾ തിരുവമ്പാടി ഭാഗം അല്ലെങ്കിൽ നമ്മുടെ താമരശ്ശേരി ഭാഗമൊക്കെ മലയോര. അപ്പോൾ ഇവിടുത്തെ കൾച്ചർ ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ശരിക്കും ഒരാൾ കോഴിക്കോട് ജീവിക്കുന്നത് ഈ 3 കൾച്ചറിന് മിക്സാണ്. അതുപോലെ നമ്മൾ റിലീജിയനും പറഞ്ഞു, അതൊക്കെ കൾച്ചറൽ മിക്സാണ്. അപ്പോൾ ഈ കൾച്ചർ മിക്സ് ആകുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിലേക്ക് അലൈൻഡ്, നമുക്കത് പെട്ടെന്ന് പ്രോസസ്സാവും. ഇനി നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആർട്ട് ഫോമിലേക്ക് വരുന്ന സമയത്ത് ഈ ഡൈവേഴ്സിറ്റിയെ പോലെ തന്നെ ഡെൻസിറ്റിയും ഭയങ്കര. അപ്പം കാസർഗോഡിൻ്റേതായിട്ടുള്ളൊരു കൾച്ചറുണ്ട്. അവിടെ ഭാഷ ഡിഫറെൻ്റ് ആണ്, മലയാളം തന്നെ ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ ആർട്ട് ഫോംസ് ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ മ്യൂസിക് സെൻസ് ഡിഫറെൻ്റ് ആണ്. കാസർഗോഡ് നിന്ന് കണ്ണൂർ കഴിഞ്ഞ് കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഇത് അൾട്ടിമേറ്റ്ലി ഡിഫറെൻ്റ് ആയി. അങ്ങനെ ഇത് ട്രിവാൻഡ്രം എത്തുന്നവരെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശരിക്കും ഒരു മലയാളി എന്ന് പറയുന്നത് ഇതുപോലെ ഡിഫറെൻറ്റ് കൾച്ചറൽ മിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തിക്കുന്ന രീതിയും ഡിഫറെൻ്റാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഒരു മൾട്ടി പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം ബേസിക്കലി ക്രിയേറ്റിവിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇമാജിനേഷനാണ്. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഈസ് വെരി ഗ്ലോബൽ. നമുക്കൊരു ഗ്ലോബൽ ഗ്രാമർ ഉണ്ട് ഈ കൾച്ചറൽ മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം ഫോർ ദി സെയിം റീസൺ നമ്മൾ ഏത് ഫോം എടുത്തു കഴിഞ്ഞാലും, ഇപ്പം മ്യൂസിക് എടുത്തു കഴിഞ്ഞാലും സിനിമ എടുത്തു കഴിഞ്ഞാലും പിന്നെ വേറെ ഏത് ആർട്ട് ഫോംസ് എടുത്തു കഴിഞ്ഞാലൊക്കെ നമുക്കൊരു ആ ഗ്ലോബൽ ഗ്രാമർ അതിലുണ്ട്. ഇത് ഗ്ലോബലി എവിടെയും കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിനെ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ട് കന്നഡയിൽ നിന്നൊരു 1000 കോടി മൂവി വരുന്നു, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഫോം ഗ്ലോബലി യാത്ര ചെയ്യുന്നു. പക്ഷെ നമ്മുടെ നിന്ന് അങ്ങനത്തെ പരിപാടികൾ സംഭവിക്കുന്നത് വെരി റയർ. കാരണം നമ്മൾ ഓർഗാനിക്കലി ഇത് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇപ്പോൾ എന്തുകൊണ്ട് മൂവീസ് ഇപ്പോൾ ഗ്ലോബലി പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OTT റീസൺ. അത് നമ്മൾ ഇവിടുന്ന് ഇനീഷ്യേറ്റ് ചെയ്തൊരു സംഭവമല്ല. അപ്പോൾ അങ്ങനെ അതിനെ ഒരു എക്കണോമി ആക്കി മാറ്റുമ്പോൾ മോണിറ്റൈസേഷൻ പാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് വേറുള്ളത് നമ്മുടെ ലിറ്ററസിയാണ്. ലിറ്ററസി എന്ന് പറയുമ്പോൾ കേരള ഹൈലി ലിറ്ററേറ്റ് ആണ്, അല്ലെങ്കിൽ കേരള ലിറ്ററസിയിൽ ഒന്നാമതാണ് എന്ന് പറയുമ്പോൾ
അതിൽ ശരിക്കും അവിടുത്തെ മാർക്സോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ വൈറ്റ് കോളർ ജോബ്സോ ഒന്നുമല്ല. നമ്മുടെ ഇവിടെ ഓർഗാനിക്കലി ആളുകൾക്ക് ഒരു റീഡിങ് സ്കില്ലുണ്ട്. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ മേ ബി ഒരു LP സ്കൂളൊക്കെ മാക്സിമം പോയിട്ടുണ്ടാവും, പക്ഷെ ആൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇരുന്ന് വായിക്കും. ഇതുപോലത്തെ ഒരു എക്കോസിസ്റ്റം മറ്റു സംസ്ഥാനങ്ങളിലില്ല. അപ്പോൾ ആ റീഡിങ്ങും എഗെയിൻ എന്താണ് നമുക്ക് തരുന്ന ഇമാജിനേഷനും ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ അതൊക്കെ ഭയങ്കര ഹൈ ആണ്. നമ്മൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ശരിക്കും ടോപ്പ് 1 വരും. അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആ ഇമാജിനേഷൻ സ്കില്ലിനെ നമ്മൾ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹ്യൂജ്. അത് ആരും ഇതുവരെ മോണിറ്റൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളൊരു മൂവ്മെൻറ്റ് പോലെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫ്യൂച്ചർ. അപ്പോൾ അതാണ് എന്നെ കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യുന്നത്, ടു ബി ഹോണസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഈ ഗ്ലോബൽ മാർക്കറ്റ് വാല്യൂവിനെ പറ്റിയിട്ട് പറയുമ്പം ഇപ്പം നമ്മൾ ഈ കൊറിയൻ ഡ്രാമ സീരീസ് അല്ലെങ്കിൽ BTS പോലത്തെ ബാൻഡുകളൊക്കെ ഉണ്ടാക്കുന്ന ഗ്ലോബൽ മാർക്കറ്റ് വാല്യൂ ഇസ് ഹ്യൂജ്. അപ്പം കേരളത്തിൽ നമ്മുടെ ഈ ഒരു പറഞ്ഞ ഈ ക്രിയേറ്റീവ് ബെനിഫിറ്റ്സ് എടുത്തിട്ട് നമുക്ക് മറ്റു ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു ഗ്ലോബൽ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് ശരിക്കും നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് അതിന് ഏറ്റവും വലിയ റീസൺ. ഇപ്പോൾ നമ്മൾ ഡ്രാമ എന്ന് പറയുമ്പോഴും BTS എന്ന് പറയുമ്പോഴും ഇതൊക്കെ നമുക്കൊരു ട്രെൻഡായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. ശരിക്കും അതൊന്നും ഒരു ട്രെൻഡല്ല, അതൊരു മൂവ്മെൻ്റ് ആണ്. ഇത് വെരി വെൽ പ്ലാൻഡ് ആണ്. അതായത് 90s കൊറിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കൊറിയയിലുള്ള എക്സ്പേർട്സ് ശരിക്കും ഡിവൈസ് ചെയ്തിട്ടുള്ള കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേമിനുണ്ട്, ഹല്യു വേവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹല്യു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയൻ വേവ് എന്നാണ്. അതായത് മൊത്തം ക്രിയേറ്റർ എക്കണോമിയെ അവരൊരു $1 ബില്യൺ ഇൻഡസ്ട്രി ആക്കി അതിലേക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു 20-30 ഇയേഴ്സിലേക്ക് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതാണ്. അതിൻ്റെ ഭാഗമാണ് ഡ്രാമയും പോപ്പ് മ്യൂസിക്കും അതുപോലെ തന്നെ BTS ആവട്ടെ, അവരുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് എല്ലാം ഇതൊക്കെ ഒരു നറേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വന്നത് ഇത് ഓർഗാനിക്കലി സംഭവിക്കും അല്ലെങ്കിൽ ഒരു ട്രെൻഡ് വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു എക്കണോമി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാണ് സസ്റ്റൈനബിലിറ്റി കൂടുതൽ. കാരണം അതിൻ്റെ യൂണിറ്റ് എക്കണോമിക്സ് മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിരിക്കും. അത് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ BTS അക്രോസ് ഗ്ലോബ് പോയതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഹിറ്റായിട്ടുള്ളതാണ് ഭജൻ സംഗീത്. അത് ആക്ച്വലി ഇന്ത്യയിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. കേരളത്തിൽ നിന്ന് എന്ത് ചെയ്തു, നന്ദഗോവിന്ദം എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഓൾറെഡി ട്രെൻഡിങ് ആയി. അപ്പോൾ അവർ ഓസ്ട്രേലിയയിൽ പോകുന്നു, യൂറോപ്പിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, അവിടെയൊക്കെ സ്റ്റേജ് ഷോസ് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ ഭജൻ മ്യൂസിക്കിനൊരു സയൻസ് ഉണ്ട്, അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. പക്ഷെ ആ ഭജൻ മ്യൂസിക് ചെയ്യുന്ന ഇവർ തന്നെ ഒരുപാട് കാലം ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ഇത് ഇത്രയും ട്രാവലായത്. പക്ഷെ നമ്മളത് ഓർഗാനിക്കലി പ്ലാൻ ചെയ്ത് ആ ഭജൻ മ്യൂസിക്കിനെ നമ്മളൊരു ഇൻഡസ്ട്രി ആയിട്ടൊക്കെ കണ്ട് അതിനൊരു ബിസിനസ് സൈഡും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ആയിട്ടൊരു എക്കണോമിയാക്കി മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുവരണം. അതിൽ ഗവൺമെൻറ് ഒരുപാട് റോൾ വഹിക്കണം. അപ്പം ഇവിടുത്തെ ക്രിയേറ്റീവ് എക്കണോമിയെ ഭൂമിയിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് പോളിസീസ് ഓൾറെഡി വരുന്നുണ്ട്. ഇപ്പം കേരള ഗവൺമെൻറ് AVGC XR പോളിസി കൊണ്ടുവന്നു. ഇപ്പോൾ ക്രിയേറ്റർ എക്കണോമിയിൽ തന്നെ മറ്റു പോളിസീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പോളിസീസും ഇത്തരം എക്കോസിസ്റ്റത്തിൽ നടക്കേണ്ട ചേഞ്ചസും വരുമ്പോൾ തന്നെയാണ് ഇങ്ങനത്തെ എക്കോസിസ്റ്റംസ് ബൂമാവുക. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വേവ് ഇതിലേറെ എത്രയോ മൾട്ടിപ്പിൾ ബില്യൺ ഇൻഡസ്ട്രീസ് നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേരളത്തിലെ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് മാത്രം. ഇതിപ്പോൾ ഈ പറയുന്നതെല്ലാം ഇറ്റ്സ് കണക്റ്റിംഗ് ടു നമുക്കൊരു കൾച്ചറൽ ഷിഫ്റ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും വേണം. അപ്പോൾ അത് എക്സാക്ട്ലി നമുക്കിപ്പോൾ ഈ പറയുന്ന കേരള സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു ഷിഫ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗ്രാവിറ്റി എങ്ങനെയാണ്? ശരിക്കും അതൊരു ഹ്യൂജ് ഷിഫ്റ്റാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പുതിയൊരു മാർക്കറ്റാണ്. ഇത് നമുക്കൊരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഇല്ല. ഇപ്പം നമ്മൾ IT കുറിച്ച് നമ്മൾ സംസാരിക്കും, നമ്മൾ ബാംഗ്ലൂരിനെ കുറിച്ച് സിലിക്കൺ വാലിയെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് സംസാരിക്കും, നമ്മൾ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനെ കുറിച്ചോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയെ കുറിച്ചോ ഗുജറാത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ശരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ശരിക്കും കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയാണ്, ഡിഫറെൻറ്റ് എക്കണോമിയാണ്. ഇതുപോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുമ്പം ആളുകൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണണം. ആ ഒരു എക്സ്പെരിമെൻറ്റേഷൻ അത് നമ്മളെപ്പോലത്തെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും അതിനെ വളരെ നല്ല രീതിയിൽ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി അതിനെ റിസീവ് ചെയ്യണം. ഈവൻ ഗവൺമെൻറ് അതിനെ മെഷേഴ്സ് എടുക്കുമ്പോഴും അതിനെ പോസിറ്റീവ്ലി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് കോപ്പി അടിക്കുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഞാൻ പലപ്പോഴും ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഗവൺമെൻറ്റ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, ഏത് ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ കമ്പനീസിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവരെപ്പോഴും പറയുന്നതാണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാനുഫാക്ചറിങ് എടുക്കുക. മാനുഫാക്ചറിങ് തമിഴ്നാട്ടിൽ ഇത്രയും വലിയ എക്കണോമി ഉണ്ട്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അടിപൊളിയാണ്, അല്ലെങ്കിൽ ഗുജറാത്തിൽ അവരുടെ റവന്യൂ ഇത്രയാണ്, GDP ഇത്രയാണ്, മഹാരാഷ്ട്രയിൽ ആ ഇൻഡസ്ട്രി ഉണ്ട്, ഈ ഇൻഡസ്ട്രി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് നമുക്കിവിടെ കോപ്പി അടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുപോലെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ല. കാരണം എപ്പോഴും മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് എന്ത് വേണം? ലാൻഡ് വേണം. കേരളം അങ്ങനെ വലിയൊരു സ്റ്റേറ്റ് അല്ല ഇൻ ടേംസ് ഓഫ് ലാൻഡ് ഏരിയ.
അപ്പോൾ അതൊരിക്കലും നമുക്കിവിടെ അതേപോലെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു 150 ഏക്കർ അല്ലെങ്കിൽ 500 ഏക്കർ എത്ര ക്യാമ്പസുകൾ അല്ലെങ്കിൽ എത്ര ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി നോയാ, സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അതുപോലെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. ഈ മാനുഫാക്ചറിങ് മാത്രമല്ല, നമ്മൾ ഹൈലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഫാക്ടറീസിൽ എന്ത് വേണം, അവിടെ റിപ്പീറ്റേറ്റീവ് ടാസ്ക് ചെയ്യുന്ന അത്രയും ലിറ്ററേറ്റ് അല്ലാത്ത വലിയൊരു കമ്മ്യൂണിറ്റി വേണം വർക്കേഴ്സായിട്ട്. നമുക്ക് അങ്ങനെ ഒരു വർക്കിംഗ് കമ്മ്യൂണിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതും ലിറ്ററലി പോസിബിൾ അല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളിവിടെ കൂടുതൽ പോളിസീസ് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഫാക്ടറീസ് ഒക്കെ നമ്മൾ വേണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഇറ്റ് മേക്സ് നോ സെൻസ്. അതുപോലെ തന്നെയാണ് ശരിക്കും IT. അപ്പോൾ IT-യെ സംബന്ധിച്ച് IT-ക്ക് ഏറ്റവും വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ ടേംസ് പീപ്പിളാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം പല സംസ്ഥാനങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ടാലൻസ് വന്നിട്ട് ഒരു സിറ്റിയിൽ വരുമ്പോഴാണ് അവിടെ ഒരു ശരിക്കും IT-ക്ക് ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്യുന്നത്, അത്രയും ടാലൻസ് വരുമ്പോൾ. പക്ഷേ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയോക്കർ ആവാൻ പറ്റുമായിരിക്കും. പക്ഷേ മറ്റൊരു സിലിക്കൺ വാലി ആവാൻ പറ്റുമോ, മറ്റൊരു ബാംഗ്ലൂർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്ക് എത്രത്തോളം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രയും ഷുവർ അല്ല അതുപോലെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം നമ്മൾ കുറച്ചും കൂടെ കൾച്ചർ ഡ്രിവണാണ്, നമ്മൾ കുറച്ചും കൂടെ പീപ്പിൾ ഡ്രിവണാണ്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്യാതറിങ്ങിൽ ഇരിക്കുന്നത് വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലുള്ള ഇരിക്കുന്നവരായിട്ട് എൻ്റയർലി ഡിഫറെൻറ്റാണ്. അപ്പം ഇതിൽ ആ ഒരു കൾച്ചറൽ മിക്സ് എത്രത്തോളം ഈ IT സെക്ടറിന് അനുകൂലമായിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ സെൻസിൽ അപ്പം ബാംഗ്ലൂർ ഒരു നൈറ്റ് ലൈഫ് ഉള്ളതുപോലെ കേരളത്തിൽ നൈറ്റ് ലൈഫ് വേണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല, ടു ബി ഹോണസ്റ്റ്. കാരണം ഞാൻ നോർത്ത് കേരളയിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഈ Tier 1 Tier 2 സിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ ചിന്തിക്കുന്നതും ഒരു ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അവിടുന്ന് 400 പേര് എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനി റൺ ചെയ്താണ്. അപ്പോൾ എനിക്കറിയാം അവിടുത്തെ ആളുകൾ ആ കൾച്ചറിലേക്കും കൂടെ മിക്സ് ആവുന്ന രീതിയിൽ വേണം ഞാൻ എൻ്റെ ഓഫീസിലെ കൾച്ചർ സെറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ IT പോലത്തെ ഒരു ഇൻഡസ്ട്രി വേണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ IT ഇൻഡസ്ട്രി മറ്റൊരു ബാംഗ്ലൂർ വേണം, മറ്റൊരു സിലിക്കൺ വാലി വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കുറേ ഡീമെറിറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ചാലഞ്ചസ് ഉണ്ട് വിച്ച് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഓവർകം. അപ്പം മേ ബി നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു IT സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റൊരു സിലിക്കൺ വാലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അവിടെയും ശരിക്കും കൾച്ചർ ഷിഫ്റ്റ് വേണം. നമുക്ക് അവരുടെ പോലെ ആവണം അല്ലെങ്കിൽ ഇവരുടെ പോലെ ആവണം എന്ന് പറയുന്നതിന് പകരം നമുക്കൊരു കോർ സ്ട്രെങ്ത് ഉണ്ട്. നമ്മുടെ ലിറ്ററസി നമ്മുടെ സ്ട്രെങ്ത്താണ്, നമ്മുടെ ഇമാജിനേഷൻ പവർ നമ്മുടെ സ്ട്രെങ്ത്താണ്, നമ്മുടെ ആർട്ട് ഫോംസ് നമ്മുടെ സ്ട്രെങ്ത്താണ്, അപ്പോൾ അതേപോലെ നമ്മുടെ ഡയസ്പോറ നമ്മുടെ സ്ട്രെങ്ത്താണ്. അപ്പോൾ ഇതിനൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു എക്കോണമി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതന്നെ ഒരു ഹ്യൂജ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. ഗവൺമെൻറ് അങ്ങനെ ചിന്തിക്കണം, ആളുകൾ അങ്ങനെ ചിന്തിക്കണം. ആളുകൾ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്യും, ഗവൺമെൻറ്റിന് ആ ഒരു ലിബർട്ടി കിട്ടില്ല അങ്ങനെ ഒരു ഡിഫറെൻറ്റ് വേയിലൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഹ്യൂജ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്ക് ഈസിയാണ്. അത് നടന്നില്ലെങ്കിലും അത് നടത്താൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതൊരു വി ആർ ടോക്കിംഗ് അബൌട്ട് എ റെവല്യൂഷൻ ദാറ്റ് വി ഡു അല്ലേ. അത് ആരെങ്കിലും ഒരാൾ അത് ലീഡ് ചെയ്യുക, ഒരാൾ അത് ഇനീഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് എപ്പോഴും പീപ്പിൾ ബിക്കം പാർട്ട് ഓഫ് ഹിസ്റ്ററി, മേക്കിംഗ് ബ്രേക്ക് ത്രൂസ്. കാരണം ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. ലൈക്ക് യുവർ എൻവിസാജിങ് അല്ലെങ്കിൽ നീ അത് വിഷനിലാണ് അത് കാണുന്നത് എന്നുള്ളിടത്താണ്. അപ്പോൾ അതുപോലെ ഇപ്പം ലുക്കിംഗ് ബാക്ക് ടു വാട്ട് യു ഹാവ് ബിൽഡ്, ഓക്കെ. അപ്പോൾ ഒരു 7-8 വർഷം നമ്മൾ ഹസിൽ ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഗ്രിച്ചെടുത്തൊരു സംഭവം ബിൽഡ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് പ്രത്യേകിച്ചും 2020s അല്ലെങ്കിൽ 2020-2021 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു ബൂം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലോ അല്ലെങ്കിൽ പുതിയതായ സംരംഭങ്ങൾ ബിൽഡ് ചെയ്ത ആൾക്കാർക്കോ എസ്പെഷ്യലി ടെക് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് മെട്ടെക് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ബിൽഡ് ചെയ്ത ആൾക്കാർക്ക് ഒരു കോവിഡ് ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്, നോട്ട് ഇൻ ഗ്രാൻഡ്സ് ഓർ. അപ്പോൾ എന്താ പറയുക, ഒരു സ്പേസ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ നമുക്ക് ഈ പറയുന്നത് വളരെ സ്ട്രഗ്ലിംഗ് ഫേസിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു ഒറ്റയടിക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കാൻ ആ കോവിഡ് വന്ന സമയത്ത് പക്ഷേ അത് നമ്മൾ പ്ലേസ് ചെയ്തു എന്നുള്ളത് സംതിങ് എൽസ്. പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു ഷിഫ്റ്റാണ്. അത് വി ക്യാൻ സേ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു പോസ്റ്റ് കോവിഡ് ഏരിയയിലാണ്, നമ്മളതിനെ സർവൈവ് ചെയ്തൊരു ജനറേഷനാണ് എന്ന് പറയുന്നത് തന്നെ ഈസ് എ ബിഗ് തിങ്. അപ്പോൾ അതുപോലെ ഹിസ്റ്റോറിക്കൽ ഒബിയസ്ലി. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ ആ ഒരു കാലഘട്ടത്തിൽ ബിൽഡ് ചെയ്യുകയും ഡെഫിനറ്റ്ലി ഇൻ ടേംസ് ഓഫ് ട്രാക്ഷൻ വളരെ സക്സസ്ഫുൾ എന്ന് പറയപ്പെടുന്ന ഒരു സംരംഭം ബിൽഡ് ചെയ്തു എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ആ കോവിഡ് ആനുകൂല്യത്തിന് കേരള ബിസിനസ് ഇക്കോസിസ്റ്റത്തിൽ എന്തുമാത്രം ഫേവർ ആസ് എൻ ഓൺടർപ്രണർ റമീസ് നൽകിയിട്ടുണ്ട്? ടു ബി ഹോണസ്റ്റ്, നമ്മളെപ്പോഴും ഇന്ത്യ ആസ് എ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പറയുമ്പം അവിടെ എട്ടെക്കിൽ നമ്മൾ കോവിഡ് റിലേറ്റഡ് ചെയ്തിട്ട് എപ്പോഴും പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. കാരണം ആ സമയത്ത് ഒരുപാട് എട്ടെക്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാൻ പറ്റി, ഒരുപാട് പേര് പ്രൊഡക്റ്റിനെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്തു എന്നുള്ളത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കേരളത്തിൽ ശരിക്കും അങ്ങനെ വേവ് ഒന്നും ഉണ്ടായിട്ടില്ല.
ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പക്ഷേ കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എട്ടെക്കിന് ശരിക്കും ഏറ്റവും റെലവൻ്റ് എന്താ, അവർക്ക് ഡിവൈസസ് വേണം, അതായത് ഡിജിറ്റൽ പെനിട്രേഷൻ സംഭവിക്കണം, ഇൻ്റർനെറ്റ് പെനിട്രേഷൻ സംഭവിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് എട്ടെക്കിന് ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ രണ്ട് പെനിട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടെ ഡെവലപ്പ് ആവുന്ന എല്ലാ എട്ടെക് പ്ലാറ്റ്ഫോംസിൻ്റെയും പെർഫോമൻസ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിന് നമ്മളെപ്പോഴും പറയാറുണ്ട് പ്രീ ജിയോ പോസ്റ്റ് ജിയോ എന്നൊക്കെ, അതായത് ജിയോൻ്റെ മുന്നേയും ജിയോൻ്റെ ശേഷം. കാരണം ജിയോ വന്നപ്പോൾ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ ഫാസ്റ്റായി, അത് എഗെയിൻ എല്ലാ ഇൻഡസ്ട്രിയെയും പോസിറ്റീവായിട്ട്, ഈവൻ എട്ടെക് അല്ല ഇ കൊമേഴ്സ് ആവട്ടെ എല്ലാം ലോജിസ്റ്റിക്സിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കേരളത്തിൽ ശരിക്ക് കോവിഡ് വന്ന സമയത്ത് ഈ ഡിജിറ്റൽ പെനിട്രേഷൻ ഭയങ്കര ഫാസ്റ്റായി. അതിന് ന്യൂമറസ് റീസൺ ഉണ്ട്. അതായത് എല്ലാ വീടുകളിലും എല്ലാ കുട്ടികൾക്കും ഇൻ്റർനെറ്റും മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ആക്സസിബിളായി. അത് ആക്സസിബിൾ ആവാൻ ഒന്ന് കേരള ഗവൺമെൻറ് തന്നെ നല്ല രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സംഘടനാ പ്രവർത്തകർ അല്ലെങ്കിൽ സംഘടനകൾ, അത് മതസംഘടനകളാവട്ടെ രാഷ്ട്രീയ സംഘടനകളാവട്ടെ, എല്ലാവരും അവരുടെ സർക്കിളിലുള്ള അല്ലെങ്കിൽ അവരുടെ നൈബർഹുഡിലുള്ള എല്ലാ കുട്ടികളുടെ അടുത്തും ഡിവൈസസ് ഉണ്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ പെനിട്രേഷൻ ഫാസ്റ്റായി. പിന്നെ ആ സമയത്ത് സ്വാഭാവികമായിട്ട് ഇൻ്റർനെറ്റ് പെനിട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് എട്ടെക് സ്പേസിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്പേസിൽ ഡിജിറ്റലി ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ട് അതിന് സെല്ല് ചെയ്യാൻ ഭയങ്കര ഈസിയായി. കാരണം മാർക്കറ്റ് വലുതായി, എല്ലാവരുടെ അടുത്തും ഫോണുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം ഞങ്ങളുടെ സ്പേസിൽ K-12 സ്പേസിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ച് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു നായകപരിവേഷമുള്ളൊരു ഡിവൈസ് അല്ല. പേരൻസ് എപ്പോഴും ലിമിറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ കുട്ടികൾ യൂസ് ചെയ്യരുത് എന്ന് ഡയറക്റ്റ് ചെയ്തിരുന്ന ഒരു ഡിവൈസാണ് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിനൊരു പോസിറ്റീവ് പരിവേഷം അല്ലെങ്കിൽ ഒരു നായക പരിവേഷം കൊണ്ടുവരാൻ ശരിക്കും ഗവൺമെൻറ് നല്ല റോൾ എടുത്തിട്ടുണ്ട്. അതായത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, നമുക്ക് കോവിഡ് വരുന്നു, സ്കൂൾസ് ക്ലോസ് ചെയ്യുന്നു, പെട്ടെന്ന് എല്ലാവരിലേക്കും ലാപ്ടോപ്പ് എത്തിക്കുന്നത് ഈസിയല്ല. അപ്പോൾ മൊബൈൽ ത്രൂ പഠിക്കാനും എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആവാനും ഗവൺമെൻറ് തന്നെ ആ ഒരു ബോധവൽക്കരണം അവർ ഇനീഷ്യേറ്റ് ചെയ്തു. അപ്പോൾ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും കുട്ടികൾക്ക് ലോസ്റ്റ് ലേണിംഗ് സംഭവിച്ചപ്പോൾ, അതായത് അവർ പഠിച്ച കാര്യങ്ങൾ അവർ മറന്നു, അവർക്ക് ഒരു ഹോൾ 1.5 ഇയേഴ്സിലേക്കുള്ള കരിക്കുലം അവർ കവർ ചെയ്തില്ല. ആ സമയത്ത് കേരളത്തിലെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു പരിധി വരെ ഇവർക്കിത് കവർ ചെയ്ത് പോകാൻ പറ്റി. സ്കൂളുകൾക്ക് ക്ലാസ്സുകൾ കൊടുക്കാനും എല്ലാ കുട്ടികൾക്കും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ ആ ഒരു ആക്സസിബിൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന തീമിൽ നിന്നുകൊണ്ട് അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് മാത്രമല്ല, അതൊരു ലേണിംഗ് പേർപ്പസിന് യൂസ് ചെയ്യാമെന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവ് വന്നു. അപ്പോൾ അത് അഗെയിൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്ടെക് ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഒരു ഗെയിനാണെന്ന് വേണമെങ്കിൽ പറയാം ആ കോവിഡ് സമയത്ത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് സമയത്ത് തന്നെയാണ് ഇപ്പം കേരളത്തിലുള്ള ഒരുവിധ എട്ടെക്സ് ഒക്കെ ബൂമായിട്ടുള്ളത്, അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സമയത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവെല്ലും ആ സമയത്ത് വന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ വെൻ കമ്പയറിങ് ടു അതർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അതർ കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മളൊരിക്കലും ആ ഒരു വാല്യുവേഷൻ ബേസിസിലല്ല നമ്മുടെ എട്ടെക് എഡ്യൂക്കേഷൻ പോയിരുന്നത്. അതെപ്പോഴും വാല്യൂ ബേസ്ഡ് തന്നെ ആയിരുന്നു. അതുപോലെ ഈ പെനിട്രേഷൻസ് സംഭവിച്ചപ്പം നമ്പർ ഓഫ് പ്ലാറ്റ്ഫോംസും നമ്പർ ഓഫ് സ്റ്റാർട്ടപ്സും ഭയങ്കരമായിട്ട് കൂടി. അതെല്ലാം ഇതിൻ്റെ പേർക്സ് തന്നെയാണ്, കോവിഡിൻ്റെ പേർക്സ് തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ എക്കണോമിയും നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റിയും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ എടുത്ത ഇനീഷ്യേറ്റീവ്സ് കാരണം ഒരു ഡിഫറെൻറ്റ് രീതിയിലായെന്ന് മാത്രം. ഡെഫിനറ്റ്ലി അതിനകത്തൊരു യൂത്ത് ഇന്റർവെൻഷൻ ഉണ്ട്. അവിടെയാണ് ഈ പറയുന്ന പോലെ പുതിയ തലമുറയിലെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ അതെങ്ങനെ വളരെ കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ അവിടെ എന്ത് പ്ലേസ് ചെയ്തു എന്നുള്ളതും. ചിലരുടെ ടൈമിംഗ് അപാരമായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഒരു ഡിജിറ്റൽ സ്പേസിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു എന്താ ഒരു പ്രസൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ഒരു ട്രെൻഡ് അടുത്ത കാലങ്ങളിലായി കാണുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫൗണ്ടർ ആ സെൻസ് ഓഫ് ഒരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് ശരിക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവാണ്, പേഴ്സണൽ ഒപ്പീനിയൻസ് ഉണ്ടാവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യാറുണ്ട്, യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ വീഡിയോസ് ചെയ്യുന്നു. യൂട്യൂബിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉള്ളിലൊരു ടീച്ചറുണ്ട്, അപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം. ഒരു കാലത്ത് ഞാൻ കെമിസ്ട്രി പഠിപ്പിച്ചു, മാത്സ് പഠിപ്പിച്ചു, ലോ പഠിപ്പിച്ചിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ പഠിപ്പിക്കാൻ തോന്നി, യൂട്യൂബ് ഞാൻ അങ്ങനെ ഒരു ലേണിംഗ് സ്പേസ് ആക്കി മാറ്റി അവിടെ ഞാൻ വീഡിയോസ് ഇടുന്നു. ഇതൊക്കെയാണ് എൻ്റെ കൈൻഡ് ഓഫ് ഡെഫിനിഷൻസ്. പക്ഷേ ഇത് എനിക്ക് വിസിബിലിറ്റി തരുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റി തരുന്നുണ്ട്. പക്ഷേ ഇത് വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടല്ല ഞാൻ അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടീമിനൊക്കെ വെച്ചിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ഫൗണ്ടേഴ്സും ഉണ്ട്. അപ്പം മേ ബി നാളെ അങ്ങനെ ചെയ്തു എന്നും വരാം, ചിലപ്പോൾ ഇതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാം, ഒക്കെ സംഭവിക്കാം. പക്ഷേ വിസിബിലിറ്റി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നമുക്ക് ആ വിസിബിലിറ്റിയെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വിസിബിലിറ്റി ആവാം. ആ വിസിബിലിറ്റിയും വേണ്ടിയിട്ട് നമുക്ക് എഫേർട്ട് എടുക്കുന്നതും സെൻസാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായി. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എല്ലാ പ്ലാറ്റ്ഫോംസിലും ഉണ്ട്. അപ്പം പലരും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് പോലെയാണ്. അവർ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം
ഒരു മെജോറിറ്റി അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതുണ്ട്, അല്ലെങ്കിൽ മെജോറിറ്റി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് യൂസ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു ഫോമോ അടിക്കുന്നുണ്ട്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പോൾ ആ ഫോമോൻ്റെ പുറത്താണ് പല ഫൗണ്ടേഴ്സും താല്പര്യമില്ലാതെ ഇത് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമില്ലാതെ അങ്ങനെ ചെയ്യുന്നവർ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം അവർക്ക് ദേ ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അവർ അതിൽ ഫോക്കസ് ചെയ്യുക. ഇനി മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വിസിബിലിറ്റി ഈസ് സംഹൗ റിലേറ്റഡ് ടു ഫെയിം. ഇപ്പോൾ ഫെയിം എന്ന് പറയുന്നത് ശരിക്കും മണി പോലെ, വെൽത്ത് പോലെ ഒരു പേർക്കാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കിട്ടുന്നവർക്ക് അതിൻ്റെ സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അഡിക്റ്റീവ് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഫെയിമിൽ അഡിക്റ്റഡ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബേസിക്കലി ഡിസ്ട്രാക്ഷൻ. ഫെയിം ഉണ്ടാവുന്നത് എഗെയിൻ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത് മോണിറ്റൈസേഷൻ ആവണം അതിലെ പ്രയോറിറ്റി, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവണം പ്രൈമറി ഫോക്കസ്. പക്ഷേ മോണിറ്റൈസേഷൻ സെക്കൻഡറി ഫോക്കസും പ്രൈമറി ഫോക്കസും ഫെയിമും ആകുമ്പം അത് ഡിസ്ട്രാക്ഷനാണ്. അതൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പം നമ്മൾ കോവിഡ് കാലത്ത് ബെനിഫിറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്ട്രീംലൈൻ ചെയ്തു എന്ന് പറയുന്നതും അതിൻ്റെ ഔട്ട്കം നമ്മൾ നല്ല രീതിയിൽ എടുക്കാൻ പറ്റി എന്ന് പറഞ്ഞു ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു ലാർജർ, അതിൻ്റെ കൾച്ചറൽ ആർട്ടിൻ്റെ ഒരു ഡെപ്ത് ആൻഡ് ഡെൻസിറ്റിയിലൊക്കെ നമ്മൾ സംസാരിച്ച് വരുമ്പോഴും ഇപ്പം എല്ലാ വീട്ടിലും ഓരോ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന കണക്കിന് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ മില്യൺ വ്യൂസും സേയിങ് യൂട്യൂബ് ബേസിക്കലി റമീസ് പറഞ്ഞ പോലെ തന്നെ ഒരു മോണിറ്റൈസേഷൻ എലമെൻ്റ് ആണ് അതിനകത്ത് വരുന്നത്. പീപ്പിൾ സ്റ്റാർട്ട് ഏർണിംഗ് ത്രൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയുടെ ഒരു കൾച്ചറിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ വെൻ വി ആർ ലുക്കിംഗ് അപ്പ് ലെവലിൽ കേരളത്തിലെ ക്രിയേറ്റിവിറ്റിയെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് രണ്ടും തമ്മിലൊരു അന്തരം എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കാര്യം വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ക്രിയേറ്റീവ് എക്കണോമി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒന്നും ശരിക്കും ഞാൻ പറഞ്ഞ ക്രിയേറ്റീവ് എക്കണോമിയുടെ ഭാഗമല്ല. പക്ഷെ അവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിയേറ്റേഴ്സ്, അതായത് ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാങ്ക്സ് ചെയ്യുന്നത്, ഇത്തരം ഇവർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ ഇവരുണ്ടാക്കുന്നത് കോണ്ടന്റ് ആണ്. അത് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് റവന്യൂ കിട്ടും, അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ്റെ റവന്യൂ കിട്ടുമായിരിക്കും. പക്ഷേ ഇതൊന്നും നമുക്കൊരു IP ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ജേണി അതിനൊരു IP ആക്കി നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ക്രിയേറ്റീവ് എക്കണോമി എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ റിലേറ്റഡ് ടു IPs. അപ്പോൾ ഈ ക്രിയേറ്റേഴ്സ് ആക്ച്വലി ഇത് എല്ലാ ഇൻഡസ്ട്രിയിലുണ്ട്. ഇത് US UK അറബ് കൺട്രീസിലുണ്ട്. എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ രാജ്യങ്ങളിലുള്ളതാണ് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അത് ശരിക്കും അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും കാശുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും എന്ത് ചെയ്യുന്നു, എല്ലാ വീട്ടിലും ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. ഇതിൽ ആരാണ് കൂടുതൽ മോണിറ്റൈസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആരാണ് കൂടുതൽ കാശ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഇൻഫ്ലുവൻസർ ആയിരിക്കാം. അതിപ്പോൾ ഇപ്പോൾ ഹനാൻഷാനെ എടുത്തു കഴിഞ്ഞാൽ ഹനാൻഷ പാട്ട് പാടുന്നുണ്ട്, ഹനാൻഷ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആളുകളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലൂടെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് കോണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് അതിനനുസരിച്ച് അഡാപ്റ്റ് ആവും. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നുണ്ട്. പക്ഷേ നല്ല മൂവീസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല മ്യൂസിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അതിനെ അഫേം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മുടേത്. പക്ഷേ അവിടെയും മോണിറ്റൈസേഷൻ പാർട്ട് വരണം. ഇപ്പം നമ്മൾ കേരളത്തിൽ വീടുകൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും എല്ലാ വീട്ടിലും ഓരോ കലാകാരന്മാരുണ്ട്. ഡാൻസർ ആവാം, പാട്ടുകാരനാവാം, എഴുത്തുകാരനാവാം, അല്ലെങ്കിൽ ഡിസൈൻ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ ചെയ്യാൻ കഴിവുള്ള ഒരാളെങ്കിലും എല്ലാ വീട്ടിലുണ്ട്. പക്ഷേ അതിനൊരു കരിയറാക്കി മാറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോണിറ്റൈസേഷൻ പാർട്ടില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത്, നമുക്കിപ്പോൾ എപ്പോഴും ആസ്പിറേഷനിലാകുന്ന ഒരു സിനിമയാണ് ശരിക്കും ലോക എന്ന് പറഞ്ഞൊരു മൂവി വരുന്നു. ഒരു 30 crore അറൗണ്ട് ബഡ്ജറ്റിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അവരൊരു 300 crore മാർക്കറ്റ് ക്യാപ്പ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇനി ലോക്കയുടെ അടുത്ത വേർഷൻസ് വരുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 1000 crore അല്ലെങ്കിൽ 1500 crore മാർക്കറ്റ് ക്യാപ്പൊക്കെയാണ് ഓരോ മൂവിക്കും. അത് ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ല, അത് ഓരോ ഫിലിമിനെയും നമുക്ക് മെർച്ചൻഡൈസ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പല രീതിയിൽ മെർച്ചൻഡൈസ് ചെയ്യുന്നത് പല രീതിയിൽ മോണിറ്റൈസ് ചെയ്യപ്പെടുന്നു. അതേപോലെ നമ്മുടെ ഫോക്ലോർ ശരിക്കും നമുക്ക് IPs ആക്കി മാറ്റാൻ പറ്റണം. അങ്ങനെയാണ് നമ്മൾ അതിനെ മോണിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ കരിയർ ബിൽഡ് ആവാൻ പറ്റാത്തത്. ഒരാൾക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ എല്ലാ വീട്ടിലും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈലാണ്. അവരുടെ ലൈഫ് സ്റ്റൈല് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നു. അതിൽ ആ ലൈഫ് സ്റ്റൈൽ മാറുന്നത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് മാറിയില്ല എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷേ ആ വീഡിയോസിലൂടെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഒരു സിനിമാക്കാരൻ, ഒരു തിരക്കഥാകൃത്ത്, അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ, അല്ലെങ്കിൽ ഒരു വീട്ടിലിരുന്നു കൊണ്ട് ഗെയിം ഡിസൈൻ ചെയ്യുന്ന ഒരു ചെറിയ പയ്യൻ,
ഇവൻ്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ ആ മാറ്റങ്ങൾ വരണമെങ്കിൽ അതിനെ നമ്മൾ മോണിറ്റൈസ് ചെയ്യണം. ഒരു കുട്ടിക്ക് ഒരു +2 പഠിക്കുന്ന അല്ലെങ്കിൽ 18 വയസ്സിന് 20 വയസ്സിന് ഇടയിലുള്ള ഒരു പയ്യന് വീട്ടിലിരുന്നു കൊണ്ട് കോഡ് ചെയ്യാണ്ട് ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യുകയും ആ ഗെയിമിനെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയും അതിനെ വിൽക്കാനും പറ്റിക്കഴിഞ്ഞാൽ അതൊരു നെക്സ്റ്റ് റെവല്യൂഷനാണ്. അത് നാളെ 100 150 കുട്ടികളെ അല്ലെങ്കിൽ ഒരു 1000 കുട്ടികളെ ഗെയിം ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്കിപ്പോൾ ഇവിടുന്ന് ലോക്കേ ഉണ്ടായി, അത് ഒരു സൗത്ത് ഇന്ത്യൻ പ്രോഡക്റ്റാണ്. അത് നാളെ ചിലപ്പോൾ പാൻ ഇന്ത്യൻ ആവാം, ചിലപ്പോൾ ഗ്ലോബലി പോവാം. പക്ഷേ അത് ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സ്പൈഡർമാൻ അല്ലെങ്കിൽ അടുത്തൊരു അവതാർ അല്ലെങ്കിൽ അടുത്തൊരു സ്ട്രേഞ്ചർ തിങ്സ് കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്നീഷ്യൻസിൻ്റെ സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് സ്കില്ലൊക്കെ വെച്ചിട്ട് ശരിക്കും സ്ട്രേഞ്ചർ തിങ്സിനേക്കാളും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു IP നമുക്ക് ഇവിടുന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. അതൊരു 1/10 കോസ്റ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിവിടെ ടെക്നീഷ്യൻസ് അത്രയും അതിന് അടിപൊളിയാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഒരു സ്റ്റുഡിയോ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനിക്ക് അവർക്ക് സ്ട്രേഞ്ചർ തിങ്സ് ഇറക്കാനും വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്യുന്ന ആ സെറ്റപ്പ്, അത് ആനിമേഷൻ ആവട്ടെ, VFX ആവട്ടെ, അതിൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ആവട്ടെ, അതിൻ്റെയൊക്കെ 1/10 കോസ്റ്റ് മതി നമ്മുടെ ഇവിടെ ടെക്നീഷ്യൻസിന് വർക്ക് ചെയ്യാനും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മാൻ പവർ കോസ്റ്റ് ആവട്ടെ, ഈവൻ ഇവിടെ സ്റ്റുഡിയോ സെറ്റപ്പ് അല്ല, ഇവിടെ നമ്മൾ മൂവീസിൽ ശ്രദ്ധിച്ചിട്ടില്ല, എല്ലാം നാച്ചുറലാണ്. ഇപ്പോൾ എക്കോ മൂവി ഇറങ്ങി, ഈ എക്കോ മൂവി നെറ്റ്ഫ്ലിക്സിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒരു 10x കോസ്റ്റ് ആയിട്ടുണ്ടാവും. അത്രയും ലൈറ്റിംഗ് സെറ്റപ്പും ആ ഒരു നേച്ചറൊക്കെ അവർക്ക് സ്റ്റുഡിയോന്ന് കാണിക്കാൻ. പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടെക്നീഷ്യൻസ് നാച്ചുറിൻ്റെ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നവരാണ്. ആ ടെക്നിക്കൽ സ്കില്ല് അവർക്കുണ്ട്. ഇത് എല്ലാ ഇൻഡസ്ട്രീസിലുണ്ട്. ഇപ്പോൾ ഗെയിമിംഗ് ആവട്ടെ, VFX ആവട്ടെ, ഏത് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത്തരത്തിൽ സ്റ്റോറി പറയാനുള്ള ഒരു നാച്ചുറൽ ടാലൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു 1/10 കോസ്റ്റിൽ നെക്സ്റ്റ് സ്പൈഡർമാൻ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം, അവതാർ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റാർ വാർസ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ $1 ബില്യൺ ഇൻഡസ്ട്രീസാണ്. ഇപ്പോൾ സ്പൈഡർമാൻ എന്ന് പറയുന്ന മൂവി അത് മേ ബി ഒരു 5 ഇയേഴ്സിലൊരു മൂവിയൊക്കെ ആയിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. പക്ഷേ എല്ലാ വർഷവും അവർക്ക് ബില്യൺസ് റവന്യൂ ഉണ്ട് അതിൻ്റെ സ്റ്റുഡിയോ, ആ IP ഓൺ ചെയ്യുന്ന സ്റ്റുഡിയോക്ക്. അപ്പോൾ അത് ഫിലിം എന്ന് പറയുന്നത് അതൊരു 3 hour എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, അതിനവർ മോണിറ്റൈസ് ചെയ്തു, അവർ മേർച്ചൻഡൈസ് ചെയ്തു. അത് എല്ലാ മാസവും എല്ലാ വർഷവും റവന്യൂ വരുന്നൊരു മേർച്ചൻഡൈസ് ആയിട്ട് മാറ്റി. അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ അവർ IP ആക്കി മാറ്റി, ഒരു ആർട്ട് ഫോമിനെ അവർ IP ആക്കി മാറ്റി. അപ്പോൾ അത് മൂലം ഉണ്ടാവുന്ന എക്കണോമിയിൽ ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റ് മൂലം മാത്രമാണ് നമുക്ക് ഇവിടെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അല്ല എല്ലാ വീടുകളിലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇത് ശരിക്കും സ്റ്റെബിലിറ്റി കുറഞ്ഞൊരു ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ നോക്കുക, ഒരു 4 വർഷം മുന്നേ ഹിറ്റായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഉള്ള ഹിറ്റായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇനി 4 വർഷം കഴിഞ്ഞാൽ അവരുടെ കോണ്ടന്റിന് റെലവൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ എപ്പോഴും ഇവോൾവിങ് ആയിരിക്കും. മറിച്ച് സ്പൈഡർമാൻ അങ്ങനെയല്ല. സ്പൈഡർമാൻ ഒരു 30 years മുന്നേ അല്ലെങ്കിൽ ഒരു നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു IP ആണ്. അത് ഇന്നും റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽസ് ഈ ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്കണോമിയെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വളരെ ഓർഗാനിക്കായിട്ട് നമ്മളതിനെ ആ ടൈമിങ്ങും അതിൻ്റെ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ മുതലെടുക്കണം. സെയിം ടൈം നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യണം. അതുമൂലം മാത്രമാണ് ഈ യങ്സ്റ്റേഴ്സിനെ ആയാലും മാർക്കറ്റിനെ ആയാലും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഈ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സിനിമയെ പറ്റി ഒരുപാട് സംസാരിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ പ്ലേസ് ചെയ്യാം. സോ ഐ നോ ദറ്റ് ഹൗ ക്രേസ്ലി റമീസ് എത്ര ഇൻട്രസ്റ്റോട് കൂടിയാണ് മൂവീസ് കാണുന്നതും അതിനെ ലുക്ക് ത്രൂ ചെയ്യുന്നതെന്നല്ല. സോ മലയാള സിനിമ പർട്ടിക്കുലർലി അതിനെ ബിസിനസ് ഓർ ആർട്ട്, വാട്ട് ഡു യു പ്രിഫർ ടു ലുക്ക് ത്രൂ? ഒരു ഡെഫിനറ്റ്ലി റമീസ് എന്ത് കാര്യം നോക്കിയാലും അതിനകത്തൊരു ബിസിനസ് മാൻ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും. അപ്പം മലയാള സിനിമയെ റമീസ് നോക്കി കാണുമ്പോൾ അതിനകത്തുള്ള ആർട്ട് എലമെൻറ്റും ബിസിനസ് എലമെൻറ്റിൻ്റെയും എങ്ങനെ? ഡെഫിനറ്റ്ലി ബിസിനസ് തന്നെയാണ് എനിക്കതിൽ ഫസ്റ്റ് കാണാൻ പറ്റുന്ന കാര്യം. കാരണം അൾട്ടിമേറ്റ്ലി ഒരു സിനിമ എന്ന് പറയുന്നത് എന്താ, അത് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പം കസ്റ്റമർ പേഴ്സ്പെക്റ്റീവിൽ അത് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു സിനിമയുടെ ഒരു ഹോൾ പ്രോസസ്സിൽ ഇപ്പം ഒരു 200 സിനിമ ഇറങ്ങുന്നു മലയാള സിനിമയിൽ, ഒരു വർഷം 200 ഇറങ്ങുന്നുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ 200 അല്ല പ്ലാൻ ചെയ്യപ്പെടുന്നത്, ഒരു 1000 ഫിലിംസ് പ്ലാൻ ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ 200 ഇറങ്ങുന്നുള്ളൂ. ആ 200 ഇറങ്ങുന്നതിൽ തന്നെ ഒരു 20 മാക്സിമം 20 ബോക്സ് ഓഫീസിൽ എന്ത് ചെയ്യുന്നുള്ളൂ, കളക്ഷൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കി, ഇതൊരു 1000 ഡ്രീംസിൽ നിന്ന് 20 പേർക്കാണ് ആ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മേ ബി എല്ലാവർക്കും ഈ അഭിപ്രായം ഉണ്ടാവില്ല, ആർട്ടിനെ ബിസിനസ്സിനെ മേലെ വെക്കുന്നതുകൊണ്ടാണ്. അതായത് ഇത് സസ്റ്റൈനബിൾ ആവണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ബിസിനസ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റംസ് ഉണ്ടാവും, പ്രോസസ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സ് ആവട്ടെ അല്ലെങ്കിൽ പിക്സാർ ആവട്ടെ, അവിടുത്തെ ഏത് സ്റ്റുഡിയോസ് ആവട്ടെ അല്ലെങ്കിൽ US ഏതെങ്കിലും പ്രൊഡക്ഷൻ ബാനർ ആവട്ടെ, ഇവരുടെയൊക്കെ സക്സസ് റേറ്റ് എപ്പോഴും ഒരു 60 to 90% ഇടയിലായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് മലയാള സിനിമയിൽ 10% ആവുന്നത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ആർട്ടായിട്ട് മാത്രമാണ് കാണുന്നത്.
അതിന് ബിസിനസ്സും കൂടെ ആകുമ്പോഴാണ് ഇത് സസ്റ്റൈനബിൾ ആവുകയുള്ളൂ. പിന്നെ ഇൻഡസ്ട്രിയിൽ പുതിയ ആളുകൾ വരുമ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് എനിക്കൊരു തിരക്കഥാകൃത്താവണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കൊരു സിനിമാ നടനാവണമെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്? അവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടില്ല എന്നുള്ളൊരു അസംഷൻ്റെ പുറത്താണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഈ മൂവീസിൻ്റെ സക്സസ് റേറ്റ് കൂട്ടണം. ഈ 200 പടം റിലീസാവുന്നതിൽ ഒരു 100 പടം 150 പടം സക്സസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെക്നീഷ്യൻസിനൊക്കെ നല്ല റവന്യൂ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് നല്ല ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള പെർസ്പെക്റ്റീവ്സ് മാറും. നാളെ വീട്ടിൽ നിന്ന് ആളുകൾ പറയും നീ സിനിമ നടനാവുന്നു. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ IPL വന്നപ്പോൾ നാട്ടിലുണ്ടായിട്ടുള്ളൊരു റെവല്യൂഷൻ ഭയങ്കര ഹ്യൂജാണ്. കാരണം IPL ഒരുപാട് പ്ലേയേഴ്സ് വരുന്നു, ഒരുപാട് പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, എക്സ്പോഷർ കിട്ടുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീം എടുത്തു കഴിഞ്ഞാൽ അത് T20 മാത്രമല്ല, ഈവൻ വൺ ഡേ ഇൻ്റർനാഷണൽ ആവട്ടെ, ടെസ്റ്റ് ആവട്ടെ, അതിലൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് മെജോറിറ്റിയും IPL ത്രൂ വന്നവരാണ്. അപ്പോൾ IPL ത്രൂ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി മോണിറ്റൈസ് ആയി. അതൊരു സ്പോർട്ട് മാത്രമല്ല. ഇപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗെയിം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ഫിറ്റ്നസ് അല്ലേ, അല്ലെങ്കിൽ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റുമായിട്ട് റിലേറ്റഡാണ്. പക്ഷേ അതിനെ മോണിറ്റൈസ് ചെയ്തപ്പോൾ ഒരുപാട് പേരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടി, നാട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടി. ISL വന്നപ്പോൾ ഇതാ സംഭവിച്ചത്. ഇപ്പോൾ ഒരു മലപ്പുറംകാരൻ എന്നുള്ള എനിക്ക് നല്ലപോലെ അറിയാം. ഒരുപാട് പേരൻസ് കുട്ടികളെ രാവിലെ ഒരു 5 മണിക്കോ 6 മണിക്കൊക്കെ കോച്ചിങ്ങിന് കൊണ്ടുപോവുകയും അവൻ നന്നായി ഫുട്ബോൾ കളിക്കുന്നുണ്ട്, അവൻ ട്രെയിൻ ചെയ്യട്ടെ, എഡ്യൂക്കേഷൻ 2ാമത് മതി എന്നൊക്കെ പറയുന്ന പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മൂല കാരണം ഞാൻ വിശ്വസിക്കുന്നത് ISL ആണ്, സൂപ്പർ ലീഗ്. കാരണം ISL വന്നപ്പോൾ ഇത് മോണിറ്റൈസ് ആയി. ഇപ്പം നമ്മുടെ നൈബർഹുഡിലുള്ള, ഇപ്പോൾ അനസ ഇടത്തൊടിക്കുക നമ്മുടെ നൈബർഹുഡിലുള്ള ആളാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സ്, ഇപ്പോൾ സഹലാവട്ടെ അല്ലെങ്കിൽ വിനീതാവട്ടെ, ഇവരൊക്കെ ഇത്ര കാശുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ്. അപ്പം മോണിറ്റൈസേഷനാണ് ശരിക്കും എല്ലാ എക്കണോമി അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിക്കും സസ്റ്റൈനബിലിറ്റി കൊടുക്കുന്നത്. സിനിമയിലേക്ക് വരുമ്പോഴും ഈ സക്സസ് റേറ്റ് നമുക്ക് കൂട്ടണമെങ്കിൽ അതിനൊരു മോണിറ്റൈസേഷൻ പാർട്ട് വരണം. അപ്പോൾ സിസ്റ്റംസ് വരും, പ്രോസസ്സ് വരും, ബിസിനസ് വരും, എല്ലാം വരും. ആ മോണിറ്റൈസേഷൻ പാർട്ട് വരുമ്പം സക്സസ് കൂടുന്നു. അപ്പോൾ നാളെ സിനിമകളിലേക്ക് ഒരുപാട് പേര് വരും. ഇപ്പോൾ തിരക്കഥ എഴുതാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും, സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ ആ എക്കോസിസ്റ്റം അഡ്വാൻറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സസ്റ്റൈനബിലിറ്റി ഇവിടെ വേണം. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ഒരു ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് തിങ് ആ ബിസിനസ് ഫണ്ടമെൻറ്റൽസ് ആയിരിക്കണം. പക്ഷേ ബിസിനസ് ഫണ്ടമെൻറ്റൽസ് സ്ട്രോങ് ആക്കുമ്പോഴും ആർട്ടിന് നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കൂടെ ആകുമ്പോഴാണ് ഇത് സസ്റ്റൈനബിൾ ആവുള്ളൂ. ആ രണ്ടിൻ്റെയും ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. അത് ബാലൻസ് കീപ്പ് ചെയ്യാൻ നല്ലപോലെ അറിയുന്നവരാണ് നമ്മൾ. അതിന് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്താൽ മാത്രം മതി എന്നുള്ള, ഇൻ ദ സെൻസ് മലയാളികൾ. നെക്സ്റ്റ് ഇൻ കേരള ഡയലോഗ്സിൽ നമ്മളൊരു പുതിയ സെഗ്മെൻറ്റ് കൂടെ ആഡ് ചെയ്യാണ്, റാപ്പിഡ് ഫയർ. റെഡി അല്ലേ? റെഡി. ഓക്കെ, ഹിയർ വി ഗോ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, ഒരുപാട് സമയമെടുത്ത് ആലോചിക്കരുത്. ഇൻ 1 or 2 seconds റാപ്പിഡായിട്ട് ഉത്തരം പറയണം. ഒരുപാട് വൺ വേർഡിലാണ് ഉത്തരം പറയേണ്ടത്. അപ് ടു യു. ഓക്കെ ഓക്കെ, ഹിയർ വി ഗോ. ആദ്യത്തെ ചോദ്യം, റമീസുമായിട്ട് അല്ലെങ്കിൽ റമീസിൻ്റെ വ്യക്തിത്വമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ഒരു വേർഡ്. ഇംഗ്ലീഷിലാണോ? ഇംഗ്ലീഷ് or മലയാളം? ഹസ്ലർ. ഹസ്ലർ. ഓക്കെ, അതിന് കൂടുതൽ വിശദാംശങ്ങളൊന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് റാപ്പിഡായിട്ട് ഉത്തരം പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഡിഫൈൻ സക്സസ്? ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയുന്നൊരു ആൻസർ ഉണ്ട് സ്ഥിരമായിട്ട്. ഇപ്പം ഞാൻ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു ഉത്തരം, അതായത് എന്നെ സംബന്ധിച്ച് സക്സസ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഓഫീസിൽ പോകുമല്ലോ, ആ ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വർക്ക് സ്പേസിലേക്ക് പോകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് പോകണം. അതുപോലെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും വളരെ ഹാപ്പി ആയിട്ട് വരണം. രണ്ട് സ്ഥലത്തേക്കും എൻ്റർ ചെയ്യാൻ മോട്ടിവേറ്റഡ് ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ ആ പീസ്ഫുൾ വൈബ്സ് കിട്ടണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചൊരു സക്സസ്. അപ്പോൾ ഒരു ഫൗണ്ടറെ സംബന്ധിച്ച് ഇതൊരു ബാലൻസ് ആണ്. ഫാമിലി, അതായത് ഹോം, വർക്ക് സ്പേസ്, അല്ലെങ്കിൽ ഫാമിലി, ബ്രാൻഡ് അല്ലെങ്കിൽ കമ്പനി എന്ന് പറയുന്നത്, ഇത് തമ്മിലുള്ള ആ ബാലൻസ് തന്നെയാണ് കിട്ടുമ്പോഴാണ് സക്സസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും റമീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ എംബാരസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഇതുവരെ ആരടുത്തും പറഞ്ഞിട്ടില്ല എന്നിവിടെ പറയാം എന്നുള്ളൊരു. ആരടുത്തും പറഞ്ഞിട്ടില്ലാത്തത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചില ആളുകളുടെ അടുത്തൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം. അതായത് എൻ്റെ ലീഡർഷിപ്പ് സ്റ്റൈല് ഭയങ്കര ഇവോൾവിങ് ആയിരുന്നു. ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു ഒരു ലീഡർ, അങ്ങനെയല്ല ഞാൻ ഇപ്പോഴുള്ള ഒരു ലീഡർ. അതായത് ഒരു 400 പേരെ ലീഡ് ചെയ്യുന്ന ഒരു ലീഡർ എന്നുള്ള രീതിക്ക്, അതായത് കമ്പനിയുടെ ലീഡർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ ഇൻ ബിറ്റ്വീൻ ആ ജേണിയിൽ ഞാൻ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ്, ഈവൻ എൻ്റെ വൈഫ് പോലും എൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. പക്ഷേ ഇവരെ ആരെയും ഞാൻ ആ ഒരു റിലേഷനിൽ എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല ഒരു സമയത്തും. അത് ഓഫീസ് ടൈമിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്ത പല രീതികളും എനിക്ക് പിന്നീട് ഭയങ്കര എംബ്രാസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പാർട്ടാണ്.
അത് ഞാൻ ഷെയർ ചെയ്യാത്ത കാര്യമൊന്നുമല്ല, ഞാൻ ഷെയർ ചെയ്തത് തന്നെയാണ്. ഓക്കെ. ബട്ട് സ്റ്റിൽ ഞാൻ അതിൽ പല മൊമെന്റ്സിലും ഞാൻ ഖേദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ChatGPT വന്നപ്പോൾ ChatGPTക്ക് റമീസ് കൊടുത്ത ആദ്യത്തെ പ്രോംപ്റ്റ് എന്താണ്? ഫസ്റ്റ് പ്രോംപ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ChatGPT ഡൗൺലോഡ് ചെയ്തതൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഫസ്റ്റ് പ്രോംപ്റ്റ് ആക്ച്വലി ഒരു പ്രോംപ്റ്റ് ആയിരുന്നില്ല. ഞാൻ ഫസ്റ്റ് മറ്റേ മെസ്സേജിങ് ആണല്ലോ. അപ്പോൾ മെസ്സേജിങ്ങിൽ നമ്മൾ ആദ്യം ഒരാൾക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ എന്തായിരിക്കും, ഹായ് ആയിരിക്കും. അപ്പം സിമിലർലി ഞാൻ ഫസ്റ്റ് കൊടുത്ത പ്രോംപ്റ്റ് ഹായ് ആയിരുന്നു. അപ്പം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു റിപ്ലൈ, ഒരു ഹായ് ഗ്രീറ്റിംഗ് തിരിച്ചു വന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹവാറി ആയിരുന്നു. അപ്പോൾ ഞാൻ ഹവാറി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വളരെ ജനറൽ നോളജ് ആയിട്ടുള്ള എന്തോ 1-2 കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് എന്തോ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തൊക്കെയോ ആണ് ആദ്യത്തെ പ്രോംപ്റ്റ്സിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് വളരെ സീരിയസ് ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് തുടങ്ങിയത്. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, എന്നാലും ഒരു റാപ്പിഡ് ഫയറിലുള്ള ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ അത്യാവശ്യം ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്? ഷോ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഷോയിലെല്ലാം വന്നിരിക്കാം. പക്ഷേ ടു ബി ഹോണസ്റ്റ് മോസ്റ്റ് ടൈംസ് അതൊരു ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു വിസിബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വിസിബിലിറ്റി അഡ്വാൻറ്റേജ് എടുക്കാം. അല്ലാത്ത പക്ഷം അതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റാപ്പിഡ് ഫയർ ആണ്, പക്ഷേ ഇതെനിക്കൊന്ന് വളരെ വിശാലമായി നമുക്ക് സംസാരിക്കുന്ന ടോപ്പിക്കാണ്. എന്നാലും വളരെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയാന്നുള്ളത്. അതായത് റമീസിൻ്റെ ഒരു റോമൻ എംപയർ എന്നൊക്കെ നമ്മൾ പറയും, ആസ് ഇൻ ലൈക്ക് സംതിങ് ദാറ്റ് യു കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട്. നിനക്ക് ഡെഫിനറ്റ്ലി ഭയങ്കര സോ ഇസ് ദർ സംതിങ് ദാറ്റ് യു കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട്? ഒബ്വിയസ്ലി ഇപ്പോൾ അത് ക്രിയേറ്റീവ് എക്കണോമി റിലേറ്റഡ് ആണ്. അടുത്തത് അതിൽ ബിൽഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതെല്ലാം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു എക്കോസിസ്റ്റം നമുക്കിവിടെ ബിൽഡ് ചെയ്യണം, അങ്ങനെ കുറേ തോട്ടായിരുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ക്രിയേറ്റീവ് എക്കണോമിയിൽ കുറച്ച് കാലം റിസർച്ച് ചെയ്യുന്നു, കുറേ ആളുകളുമായിട്ട് സംസാരിക്കുന്നു, ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നു, ഇതിലൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നു. ഈ ഒരു പോയിന്റിൽ എനിക്ക് അൾട്ടിമേറ്റ്ലി എൻ്റെ എംപയർ എന്ന് പറയുന്നത് ഒരു മാർവലും ഡിസ്നിയും അല്ലെങ്കിൽ റോക്ക് സ്റ്റാർസ് പോലത്തെ ഗെയിമിംഗ് സ്റ്റുഡിയോസ്, അത്തരം പരിപാടികളൊക്കെ നമ്മൾ ഇവിടെ കേരളത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പടർന്ന് കിടക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു പേഴ്സണലി ഉള്ള ആഗ്രഹം. അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പ്ലാൻ ചെയ്തതിന് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്നെൻ്റെ എംപയർ അങ്ങനെയാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ രാജ്യത്തിലുള്ള ആളുകളും നമ്മുടെ IPs അല്ലെങ്കിൽ നമ്മുടെ ഗെയിംസ് കളിക്കുക, നമ്മുടെ മൂവീസ് കാണുക, നമ്മുടെ പാട്ട് ആസ്വദിക്കുക, നമ്മുടെ ഡാൻസ് ഫോംസ് എൻജോയ് ചെയ്യുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. എക്സാക്ട്ലി. ഓക്കെ, റാപ്പിഡ് ഫയർ കഴിഞ്ഞു. ഓക്കെ, കേരളത്തിലെ അസ്പയറിങ്, ഡ്രീമിങ്, ഹസ്ലിംഗ് യൂത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഡെഫിനറ്റ്ലി റമീസ് അലി. built and proven obviously, and looking forward to something huge and large with like നമ്മൾ പറയില്ലേ ഒരു ഷൈനിങ് ഐസ്, നമുക്ക് നമ്മുടെ കണ്ണുകളിൽ നമുക്ക് ആ സ്വപ്നങ്ങളും വിസ്ഡവും ഒക്കെ കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബിയോണ്ട് സംരംഭകമോ അല്ലെങ്കിൽ സംരംഭകത്തോ ബിസിനസ് ആസ് എൻ അല്ലെങ്കിലോ അല്ലെങ്കിൽ സിനിമയായാലും ആർട്ടായാലും കൾച്ചറായാലും മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആയാലും നറേറ്റീവ് സെറ്റിങ്സ് ആയാലും എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പം യുവാക്കൾക്കിടയിൽ ഇപ്പം നമ്മൾ പറയുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി എല്ലാ ബിസിനസ്സുകാരുടെയും അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക, സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നിടത്ത് ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അപ്ഗ്രഡേഷനാണ്. സോ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റമീസിൻ്റെ അടുത്ത് എക്സിറ്റിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഞാനൊരു സംശയത്തോടു കൂടിയാണ് അത് ആദ്യം ചോദിച്ചിരുന്നത്. സോ റമീസിൻ്റെ നറേറ്റീവും റമീസിൻ്റെ റെവല്യൂഷനും റമീസിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റും അതിൽ നിന്നുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ലാർജർ കൾച്ചറൽ ഷിഫ്റ്റും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് സമയം കൊണ്ട് സംസാരിച്ചത്. ഇനിയും ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് നമ്മൾ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളിന്ന് സംസാരിച്ച ഇന്നില്ലാത്ത അല്ലെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങൾക്കപ്പുറം റമീസ് സംസാരിക്കുമ്പോഴത്തേക്കും വി മെയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് സംസാരിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും റമീസ്. താങ്ക് യു വെരി മച്ച്.